Hello friends, welcome back to Mubi's World. This is Mubashira Ismail. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചോക്ലേറ്റ് കേക്കായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സോൾട്ടും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സീവ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തവണയെങ്കിലും സീവ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന 2 എഗ്ഗാണ്. അതിലോട്ട് അല്പം വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള 1/4 കപ്പ് ഷുഗർ പൗഡർ 1 by 1 ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ്ഫുൾ ആട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ബീറ്റർ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ഫ്ലോർ ഇതിലോട്ട് 1 by 1 ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരും. നെക്സ്റ്റ് നമ്മൾ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോൾഡിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 kg മോൾഡിലോട്ടാട്ടോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് 35 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പ്രിപ്പറേഷനും കൂടി ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മിൽക്കിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദ തന്നെയാണ്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ 3 തവണ സീവ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ 2 എഗ്ഗ് തന്നെയാണ് എടുക്കുന്നത്. അതിലോട്ട് അല്പം വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗർ പൗഡർ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. അത് 1 by 1 ആയിട്ട് തന്നെ ചേർത്തിട്ട് പതിയെ മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഫ്ലഫി ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മളിവിടെ നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫ്ലോർ ഇതിലോട്ട് പതിയെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഫസ്റ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബട്ടർ മിൽക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ കഴിഞ്ഞു കേട്ടോ. ബാറ്റർ പ്രിപ്പയർഡായി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ സൂപ്പർ റെഡിൻ്റെ ലിക്വിഡ് കളറാണ്. 2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് റിമോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മോഡിലോട്ട് തന്നെയാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കും ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 കേക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ കേക്കും 2 ലെയർ വീതം കട്ട് ചെയ്തിട്ട് റെഡ് വെൽവെറ്റിൻ്റെ ഒരു കേക്കിൻ്റെ പീസ് ഞാൻ മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ലെയേഴ്സ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം വൈറ്റ് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നടുവിലായിട്ട് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അതും ഇതേ ഒരു സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഞാൻ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് തിക്കിലായിട്ടോ ഞാൻ ഗനാഷ് എടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗനാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ വീണ്ടും ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഈ ഗനാഷൊക്കെ സെറ്റായി വരുമ്പോൾ നമുക്ക് ഈ ഒലിച്ചിറങ്ങിയതൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമല്ല കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഗനാഷ് നന്നായിട്ട് സെറ്റാവുകയും ചെയ്യും. അപ്പം അതിൻ്റെ സൈഡിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ക്രംസാണ് വെച്ച് കൊടുക്കുന്നത്. സൈഡിൽ മൊത്തം അത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒത്തിരി ആർഭാടുള്ള ഡിസൈൻസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു 4-5 റോസ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബോർഡറും കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം 3 ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.